പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫിനെ കുറ്റപ്പെടുത്തുകയാണ് മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഡാനിഷ് കനേരിയ. ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പാക് പ്രധാനമന്ത്രി സംഭവത്തെ അപലപിക്കാത്തത് എന്നാണ് ഡാനിഷ് കനേരിയ ചോദിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഈ നിശബ്ദത സത്യത്തിന്റെ പ്രതിഫലനത്തിന് തുല്യമാണെന്ന് പറഞ്ഞ കനേരിയ ഷെരീഫിന്റെ സർക്കാർ ഭീകരർക്ക് അഭയം നൽകുകയും അവരെ വളർത്തുകയും ചെയ്യുകയാണെന്നും കുറ്റപ്പെടുത്തുന്നു. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇതുവരെ സംഭവത്തെ അപലപിച്ചില്ല എന്നത് മാത്രമല്ല, പാക് സൈന്യം പെട്ടെന്ന് അതീവ ജാഗ്രതയിലേക്ക് വന്നത് എന്തുകൊണ്ടാണെന്നും കനേരിയ ചോദിക്കുന്നുണ്ട്. തീവ്രവാദികൾക്ക് അഭയം നൽകുന്ന, അവരെ വളർത്തുന്ന നിങ്ങളെ ഓർത്ത് നാണക്കേട് തോന്നുന്നു എന്നും കനേരിയ എക്സിൽ കുറിച്ചു. അതേസമയം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്റെ വേദന പങ്കുവച്ച് മുൻ പാക് താരം മുഹമ്മദ് ഹഫീസും രംഗത്ത് വന്നു. കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 28 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ വ്യാപകമായ വിമർശനം ഉയരുന്നതിനിടെയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾ പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നത്. മുൻപും തുറന്നു പറച്ചിലുകളിലൂടെ കനേരിയ വിവാദ നായകനായിട്ടുണ്ട്. പാകിസ്ഥാനിൽ വലിയ വിവേചനം നേരിടേണ്ടി വന്നതായും തന്റെ കരിയർ തന്നെ നശിപ്പിക്കപ്പെട്ടുവെന്നും കനേരിയ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനിൽ തനിക്ക് നേരെ ഉണ്ടായിരുന്ന പെരുമാറ്റം വളരെ മോശമായിരുന്നുവെന്നും പലപ്പോഴും വിവേചനം നേരിട്ടുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അവർ എന്റെ കരിയറിനെ നശിപ്പിച്ചു. പാകിസ്ഥാനിൽ എനിക്ക് അർഹമായ ബഹുമാനവും തുല്യ മൂല്യവും ലഭിച്ചിട്ടില്ല. ഈ വിവേചനം കാരണം ഞാൻ ഇന്ന് അമേരിക്കയിലാണെന്നും കനേരിയ പറഞ്ഞിരുന്നു. കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാക് സൂപ്പർ താരം ഷഹീദ് അഫ്രീദി പലതവണ തന്നോട് മതം മാറാൻ പറഞ്ഞിരുന്നതായും കനേരിയ നേരത്തെ പറഞ്ഞിരുന്നു. തന്നെ പിന്തുണച്ച ഒരേയൊരു ക്യാപ്റ്റൻ ഇൻസമാം ഉൾ ഹക്കാണെന്നും കനേരിയ പറഞ്ഞു. ഇൻസമാം എന്നെ വളരെയധികം പിന്തുണച്ചു. അങ്ങനെ ചെയ്ത ഒരേ ഒരു ക്യാപ്റ്റനും അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഷോയിബ് അക്തറും ഉണ്ടായിരുന്നു. ഷാഹിദ് അഫ്രീദിയും മറ്റ് നിരവധി പാകിസ്ഥാൻ കളിക്കാരും എന്നെ വളരെയധികം ശല്യപ്പെടുത്തി. അവരൊക്കെ എന്നോടൊപ്പം ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്നും കനേരിയ പറയും. ഡാനിഷ് പ്രഭാശങ്കർഭായ് കനേരിയ എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഗുജറാത്തി വംശജനായ ഹിന്ദുവാണ് കനേരിയ. ഇദ്ദേഹത്തിന്റെ പൂർവികർ ഒരു നൂറ്റാണ്ടിന് മുമ്പ് സൂറത്തിൽ നിന്നും കുടിയേറി കറാച്ചിയിൽ താമസമാക്കിയവരാണ്. ഇദ്ദേഹത്തിന്റെ കസിനാണ് പാകിസ്ഥാന്റെ മുൻ ടെസ്റ്റ് വിക്കറ്റ് കീപ്പർ അനിൽ ദൽപത്. ഇവർ രണ്ടുപേരുമാണ് പാക് ദേശീയ ടീമിനായി കളിച്ച രണ്ട് ഹിന്ദുക്കൾ. പാകിസ്ഥാൻ ടീമിലെ ഒരു മികച്ച ബാറ്ററായിരുന്നു യൂസഫ് യുഹന്ന. അദ്ദേഹം ഒരു പഞ്ചാബി ക്രിസ്ത്യനായിരുന്നു. എന്നാൽ ടീമിലെ നിലനിൽപ്പിന്റെയും മറ്റും ഭാഗമായി അദ്ദേഹം പിന്നീട് യൂസഫ് മുഹമ്മദ് എന്ന പേര് സ്വീകരിച്ച് ഇസ്ലാം മതത്തിലേക്ക് എത്തപ്പെട്ടു.